എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും സ്വാഗതം. BA മലയാളം ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ നിന്ന് ചർച്ച ചെയ്യുകയാണ്. നിങ്ങളുടെ സിലബസിൽ ഭാഷയെക്കുറിച്ചും ഭാഷയും ഭാവനയും കാവ്യഭാഷയും സംവേദനവും അങ്ങനെ കുറച്ച് ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവയെക്കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങൾ ഒന്ന് ചർച്ച ചെയ്യാനാണ് ഈ ക്ലാസ്സിൽ ശ്രമിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഭാഷയെക്കുറിച്ചും എന്താണ് ഭാഷ എന്നുള്ളതിനെക്കുറിച്ചും ഭാഷയുടെ ധർമ്മങ്ങളെക്കുറിച്ചുമൊക്കെ പഠിക്കേണ്ടതുണ്ട്. ഇവിടെ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ചുരുക്കിയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. വളരെ ചുരുക്കിയാണ് സംസാരിക്കുന്നത്. പക്ഷേ അതിൽ നിന്നും കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അധിക വായനയ്ക്കുള്ള പുസ്തകങ്ങൾ, നിങ്ങളുടെ സിലബസിൽ അധിക വായനയ്ക്ക് കുറച്ച് പുസ്തകങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ പുസ്തകങ്ങളിലൂടെയൊക്കെ കടന്നു പോവുകയും അതിലെ വിശദാംശങ്ങൾ പരിചയപ്പെടുകയും ചെയ്യേണ്ടത് പരീക്ഷയ്ക്ക് നിങ്ങളെ ഏറെ സഹായിക്കും. അതുകൊണ്ട് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നാം പറയുന്നുള്ളൂ എങ്കിലും അവയുടെ സാരാംശം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വായനയെ വ്യാപിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഒന്നാമതായി ഭാഷയും ഭാവനയും എന്ന ഒരു യൂണിറ്റ് നിങ്ങൾക്കുണ്ട്. അതേപോലെ തന്നെ ഭാഷയും കാവ്യവും അല്ലെങ്കിൽ കാവ്യഭാഷ, അതിൻ്റെ സംവേദനം, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. എന്താണ് ഭാഷ എന്ന് നമുക്ക് നോക്കാം. കേവലം ആശയവിനിമയ ഉപാധി എന്നുള്ളതിനപ്പുറം അതൊരു ക്ലീഷേ നിർവചനമാണ്. ഭാഷയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ എപ്പോഴും പറയാറുണ്ട് ആശയവിനിമയ ഉപാധിയാണ് ഭാഷയെന്ന്. ആശയവിനിമയ ഉപാധിയാണ് ഭാഷ എന്നതിനപ്പുറം ഭാഷ നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. ഏതൊരു സംസ്കാരത്തിലേക്കും അല്ലെങ്കിൽ ഏതൊരു സംസ്കാരത്തിലേക്കും തുറന്നു വെക്കുന്ന ഒരു വാതിലാണ് നമ്മുടെ ഭാഷ എന്ന് നമുക്ക് പറയാം. അതൊരു അത്ഭുത പ്രതിഭാസം തന്നെയാണ്. ഭാഷയെക്കുറിച്ച് അധികം നിർവചനങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. നമ്മുടെ ആശയങ്ങളെ സംവേദനം ചെയ്യുക എന്നുള്ളതിനപ്പുറം ഭാഷ നിർവഹിക്കുന്ന ധർമ്മങ്ങൾ വളരെയേറെയാണ്. മനുഷ്യന് തൻ്റെ മനോവൃത്തികളെ വെളിപ്പെടുത്താനുള്ള ഒരു ഉപാധിയായി കേരള പാണിനി ഭാഷയെ നിർവചിച്ചിട്ടുണ്ട്. നമ്മുടെ മനോവൃത്തികൾ എന്ന് പറയുമ്പോൾ ഒരാളുടെ വികാര വിചാരങ്ങളുടെ പ്രതിഫലനവും ചിന്തയുടെ ബാഹ്യ പ്രകാശവുമാണത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാഷ എന്നത് ഒരു അത്ഭുത പ്രതിഭാസമാണ്. അതിന് നമ്മുടെ ചിന്തകളെ വെളിപ്പെടുത്താനും ഒളിച്ചു വെക്കാനും മാറ്റിമറിക്കുവാനും ഒക്കെ സാധിക്കും. ആശയവിനിമയത്തിൻ്റെ ഉപാധി എന്നുള്ളതിനപ്പുറം ഒരു സ്വരൂപഘടന ഭാഷയ്ക്കുണ്ട്. ഉച്ചാരണ ശബ്ദങ്ങളുടെ സ്വരൂപഘടനയാണത്. ഓരോ മനുഷ്യൻ്റെയും വികാരങ്ങളെയും വിചാരങ്ങളെയും ഒക്കെ വർണ്ണിക്കുന്നതിനും അവൻ്റെ അനുഭവങ്ങളെ ക്രമീകൃതമായി അവതരിപ്പിക്കുന്നതിനുമൊക്കെ ഈ ഒരു ശബ്ദ സംഹിത നമുക്ക് ആവശ്യമാണ്. ഭാഷ എന്ന് പറയുമ്പോൾ എന്താണ് എന്ന് ചോദിച്ചാൽ വ്യക്തായാം വാചി എന്ന് പറയാറുണ്ട്. വ്യക്തമായി ഉച്ചരിക്കുന്നത് എന്താണോ അതാണ് ഭാഷ എന്ന് പറയുന്നു. ഭാഷയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ പറ്റിയും നാം അറിഞ്ഞിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഭാഷയും സംസ്കാരവും പരസ്പര പൂരകങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ വളർച്ച മറ്റതിനെ സ്വാധീനിക്കുന്നു എന്നർത്ഥം. മതപരമായ കാര്യങ്ങൾ, പരമ്പരാഗതമായ ആചാരങ്ങൾ, അങ്ങനെ സംസ്കാരത്തിൻ്റെ ഭാഗമായ എന്ത് കാര്യങ്ങളെക്കുറിച്ചും പഠിക്കുവാൻ നമുക്ക് ഭാഷ ആവശ്യമാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സംസ്കാരത്തിൻ്റെ വാഹിനിയാണ് ഭാഷ എന്ന് പറയാം. നമ്മുടെ സംസ്കാരത്തെ വഹിച്ചുകൊണ്ടു പോകുന്നതാണ് ഭാഷ എന്ന് പറയാം. നമ്മളുടെ ചിന്തയെ പ്രോജ്വലിപ്പിക്കുന്നതാണ് ഭാഷ എന്ന് പറയാം. നമ്മളുടെ ചിന്തയുമായും സംസ്കാരവുമായും ഒക്കെ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒന്നാണ് ഏതൊരു വ്യക്തിയുടെയും ഭാഷ. ഭാഷയെക്കുറിച്ച് വളരെയധികം പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഈ അടുത്ത സമയത്ത് ഭാഷയെക്കുറിച്ചുള്ള ഒരു പഠനം, ഭാഷ നമ്മളുടെ മറവിയെ ഏറ്റവും നന്നായി, നമ്മളെപ്പോഴും ഭയപ്പെടുന്ന ഒന്നാണ് പല കാര്യങ്ങളും മറന്നു പോകുക എന്നുള്ളത്. പക്ഷേ നമ്മളുടെ മറവിയെ ഇല്ലാതെയാക്കുവാൻ ഭാഷയ്ക്ക് സാധിക്കും എന്ന് പറഞ്ഞാൽ കൃത്യമായ ഭാഷാ സ്വാധീനമുള്ള ഒരു വ്യക്തിക്ക് മറവി അത്ര പെട്ടെന്ന് വരില്ല എന്ന ഒരു ഗവേഷണ പഠനം ഈയിടെ വായിക്കുകയുണ്ടായി. കഴിയുന്നത്ര മറ്റുള്ളവരുമായി സംസാരിക്കുന്നത് തലച്ചോറിന് പല രീതിയിൽ ഗുണകരമാണ്. തലച്ചോറിലെ കോശങ്ങൾ ജീർണിക്കുന്നത് ഒരു പരിധിവരെ ഇത് തടയുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. നാം വായനയിലൂടെ അറിവ് സമ്പാദിക്കുകയും അത് സംസാരത്തിലൂടെ മറ്റുള്ളവരിലേക്ക് പകരുകയും ചെയ്യുന്നത് മറവി പ്രതിരോധിക്കാൻ സഹായിക്കുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്തരം ചിന്തകളൊക്കെ ഭാഷയുടെ വിശാലമായ അർത്ഥത്തിലേക്കാണ് നമ്മെ കൊണ്ടുചെന്നെത്തിക്കുന്നത്. എന്താണ് ഭാഷ എന്ന് ചോദിക്കുമ്പോൾ ഭാഷ എന്ന് പറയുന്നത് വളരെ വലിയ ഒരു പ്രതിഭാസം തന്നെയാണ്. അത് നമ്മുടെ ജീവിതവുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്നു. ജീവിക്കുന്ന ഫോസിലാണ് ഭാഷ എന്ന് പറഞ്ഞത് പീറ്റർ ഫിംഗർ എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ വിദഗ്ധനും മനഃശാസ്ത്രജ്ഞനുമൊക്കെയാണ്. ജീവിത പരിണാമത്തിൻ്റെ സുപ്രധാന ഘട്ടങ്ങളുടെ കാൽപ്പാടുകൾ സംരക്ഷിക്കുന്ന ഒന്നാണ് ഭാഷ എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
യുനെസ്കോയുടെ അഭിപ്രായ പ്രകാരം നമ്മുടെ കൾച്ചറൽ ക്യാപിറ്റലാണ് നമ്മുടെ ഭാഷ എന്ന് പറയാറുണ്ട്. ഇത്തരത്തിൽ ഭാഷയെക്കുറിച്ച് വളരെ വിശാലമായ സമഗ്രമായ ഒരു ധാരണ നമുക്കുണ്ടാവേണ്ടത് വളരെ ആവശ്യമാണ്. എന്തിനാണ് ഭാഷയെക്കുറിച്ച് ഇത്രയധികം ഞാൻ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, എന്താണ് നമ്മുടെ ഭാഷ എന്നുള്ളതിനെക്കുറിച്ച് നാം വളരെ ഭംഗിയായി അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ഭാഷാ പഠനമാണ് നാം നടത്തുന്നത്. ഒരു വ്യക്തിക്ക് ഭാഷാ പഠനം എങ്ങനെയൊക്കെ സഹായകമാകുന്നുണ്ട്, അല്ലെങ്കിൽ എത്തരത്തിലാണ് ഭാഷാ പഠനം ഒരു വ്യക്തിയെ സംസ്കാരവാനായി ജീവിക്കുന്നതിൽ സഹായിക്കുന്നത്, നമ്മുടെ ചിന്തയെ ഏറ്റവും നന്നായി ബലപ്പെടുത്തുന്നതിൽ ഭാഷയ്ക്കുള്ള പ്രാധാന്യം എന്താണ്, നമ്മുടെ സംസ്കാരത്തെ ഏറ്റവും ഭംഗിയായി ചിത്രീകരിക്കുന്നതിൽ ഭാഷയ്ക്കുള്ള പ്രാധാന്യം എന്താണ്, ഇതൊക്കെ നാം ഭാഷയെക്കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വിവരങ്ങളാണ്. ഇനി നമുക്ക് ഭാഷയുടെ പ്രധാനപ്പെട്ട ധർമ്മങ്ങളിലേക്ക് കടക്കാം. ഭാഷയുടെ ധർമ്മങ്ങൾ നിരവധിയാണ്. ആശയവിനിമയത്തിനായി മനുഷ്യർ ഉപയോഗിക്കുന്നതും അർത്ഥമുള്ള ശബ്ദങ്ങളുടെ ചേർച്ചയുമായ ഭാഷ മനുഷ്യൻ്റെ മാനസിക വളർച്ചയെ വളരെയേറെ സ്വാധീനിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ലക്ഷ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഭാഷയ്ക്ക് നിരവധി ധർമ്മങ്ങൾ നിർവഹിക്കാനുണ്ട്. വൈജ്ഞാനികവും ആവിഷ്കാരപരവും പ്രകടനപരവുമായ ലക്ഷ്യങ്ങൾ ഭാഷയ്ക്കുണ്ട്. ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി വ്യക്തികൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമായി നമുക്ക് ഭാഷയെ കാണാം. അന്വേഷണാത്മക പ്രവർത്തനങ്ങളൊക്കെ ഭാഷാധർമ്മങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്. സർഗാത്മക ക്രിയകളുടെ പ്രകടനത്തിനും ക്രിയാത്മക പ്രവർത്തനങ്ങൾക്കും ഭാവനയുടെ വികാസത്തിനും ഒക്കെ ഭാഷ അനിവാര്യമാണ്. മാത്രവുമല്ല, വ്യക്തിബന്ധങ്ങൾ നിലനിർത്താൻ സൗഹൃദ സ്ഥാപനത്തിന് ഒക്കെ ഭാഷ അനുപേക്ഷണീയമായ ഒരു ഘടകമാണ്. അങ്ങനെ വരുമ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി വ്യക്തികൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമായി നമുക്ക് ഭാഷയെ കാണാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആശയവിനിമയ ഉപാധി മാത്രമല്ല, സാമൂഹിക ജീവിതത്തിനുള്ള വലിയ ഒരു ഉപാധിയായി നമുക്ക് ഭാഷയെ കാണാം. സാമൂഹിക ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനും നല്ലൊരു സമൂഹ ജീവിയായി വളരുന്നതിനും ഒക്കെ ഭാഷ വലിയൊരു സ്ഥാനമാണ് വഹിക്കുന്നത്. ഇനി നമുക്ക് ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂടിലും കേരള പാഠ്യപദ്ധതി ചട്ടക്കൂടിലും ഭാഷയെ എങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നോക്കാം. നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട് അല്ലെങ്കിൽ NCF, കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് അല്ലെങ്കിൽ KCF എന്നത്. ഇവ രണ്ടിലും ഭാഷയ്ക്ക് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. സഹപാഠിയിൽ നിന്ന് കിട്ടിയതും സ്വന്തം ജീവിതകാലത്ത് സൃഷ്ടിക്കപ്പെട്ടതുമായ പ്രതീകങ്ങളുടെയും സ്മരണകളുടെയും സമാഹാരമാണ് ഭാഷയെന്ന് ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഭാഷ ഫലപ്രദമായി മനസ്സിലാക്കുകയും പ്രയോഗിക്കുകയും ചെയ്യുന്നത് ആശയങ്ങൾ, ആളുകൾ, വസ്തുതകൾ എന്നിവ തമ്മിൽ ബന്ധപ്പെടുത്തുന്നതിനും ചുറ്റുമുള്ള ലോകവുമായി ബന്ധപ്പെടുത്തുന്നതിനും കുട്ടിയെ സഹായിക്കുന്നു. ഇപ്രകാരം മനുഷ്യൻ്റെ നാളിതുവരെയുള്ള എല്ലാ വികസന ഘട്ടങ്ങളിലും ഭാഷ അതിൻ്റെ സ്ഥാനം കൃത്യമായി തന്നെ നിറവേറ്റിയിട്ടുണ്ട്. കേരള പാഠ്യപദ്ധതി ചട്ടക്കൂടിലും ഭാഷയെക്കുറിച്ച് സമഗ്രമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഭാഷ മനുഷ്യൻ്റെ ജീവിതവുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്നു. അപ്പോൾ എന്താണ് ഭാഷ എന്ന് ചോദിച്ചാൽ, കേവലമായ ആശയവിനിമയ ഉപാധി എന്നുള്ളതിനപ്പുറം മനുഷ്യൻ്റെ സംസ്കാരത്തിൻ്റെ പ്രതിഫലനമാണ് ഒരു വ്യക്തിയുടെയും ഓരോ വ്യക്തികളുടെയും ഭാഷ. സംസ്കാരത്തിലേക്കുള്ള വാതിലാണ് ഭാഷ എന്ന് തന്നെ നമുക്ക് പറയാം. ഭാഷ എങ്ങനെയാണ് ഒരു സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നത് അല്ലെങ്കിൽ സംസ്കാരത്തെ രേഖപ്പെടുത്തുന്നതെന്ന് വെജിറ്റേറിയൻ എന്ന ഒരു നോവലിലൂടെ നാം ഈ അടുത്തയിടയ്ക്ക് വായിക്കുകയുണ്ടായി. ഹാൻ കാങ്ങിൻ്റെ വെജിറ്റേറിയൻ എന്ന നോവൽ വളരെ ശ്രദ്ധേയമായ ഒരു കൃതിയായി മാറി. ഒരു പുസ്തകത്തിനപ്പുറം ഒരു ഭാഷയെയും സംസ്കാരത്തെയും ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനുള്ള ദക്ഷിണ കൊറിയയുടെ ഒരു നീക്കമാണ് നാം അവിടെ കണ്ടത്. തൻ്റെ ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും യശസ് തന്നെയാണ് ഹാൻ കാങ് വെജിറ്റേറിയനിലൂടെ ലോകത്തിന് മുന്നിലേക്ക് വെച്ച് നീട്ടിയത്. ഉപയോഗിക്കുന്നവരുടെ എണ്ണം കൊണ്ട് മാത്രം ചെറിയ ഭാഷയായിരിക്കുകയും എഴുത്തുകാരുടെ പ്രതിഭാധാവല്യം കൊണ്ട് വലിയ ഭാഷയായി അംഗീകരിക്കപ്പെടുകയും ചെയ്ത ഒരു കൃതിയായിരുന്നു വെജിറ്റേറിയൻ എന്ന കൃതി. അങ്ങനെ വരുമ്പോൾ ഭാഷ ഒരു സംസ്കാരത്തിൻ്റെ വാഹിനിയായി മാറുന്നു. ഓരോ സംസ്കാരത്തെയും സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ ഭാഷ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ഭാഷയെക്കുറിച്ച് ഇത്രമാത്രം ഞാൻ സംസാരിച്ചത് ഭാഷയുടെ ധർമ്മം എന്താണ് എന്നും അതെത്രമാത്രം ഒരു സംസ്കാരത്തിൻ്റെ വാഹിനിയാകുന്നുവെന്നും നാം അറിഞ്ഞിരിക്കണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഇനി നമുക്ക് നമ്മളുടെ സിലബസിലേക്ക് വരാം. ഭാഷയും ഭാവനയും എന്നൊരു ഭാഗം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. എങ്ങനെയാണ് ഭാഷ യഥാർത്ഥത്തിൽ ഭാവനയ്ക്ക് അല്ലെങ്കിൽ ഭാവനാത്മകമായ പ്രവൃത്തികൾക്ക് സഹായകമായി തീരുക? ഭാവന എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. കവിപ്രതിഭയുടെ ആത്മാവാണ് ഭാവന എന്ന് പറയാറുണ്ട്. നിഷേധാത്മകമായ വികാര വിചാരങ്ങളെ
ഇണക്കിച്ചേർക്കുന്ന സർഗാത്മക ശക്തിയാണ് കവിപ്രതിഭ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാനാത്വത്തെ ഏകത്വമാക്കി മാറ്റുന്ന ശക്തിവിശേഷമാണ് കവിപ്രതിഭ. ഭാവനാപൂർണമായി തൻ്റെ വികാര വിചാരങ്ങളെ ആവിഷ്കരിക്കുന്നതിൽ ഭാഷയ്ക്ക് വലിയ പങ്കാണുള്ളത്. ഭാവനയെ പ്രധാനമായും രണ്ടായി തിരിച്ചിരിക്കുന്നുണ്ട് കോൾറിഡ്ജ്: പ്രാഥമിക ഭാവനയെന്നും ദ്വിതീയ ഭാവനയെന്നും. പ്രാഥമിക ഭാവനയുടെ പ്രതിധ്വനിയാണ് ദ്വിതീയ ഭാവന. നാം ആയിരിക്കുന്ന ഈ വസ്തുപ്രപഞ്ചത്തെ കണ്ടും കേട്ടും അനുഭവിച്ചുമൊക്കെ അറിയുന്ന മനുഷ്യൻ്റെ ഇന്ദ്രിയജ്ഞാനത്തിൻ്റെ ജീവശക്തിയെയാണ് പ്രാഥമിക ഭാവന എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പ്രാഥമിക ഭാവനയുടെ പ്രവർത്തനം കൊണ്ടാണ് നാം ഓരോരുത്തരും ഓരോ തത്വശാസ്ത്രജ്ഞൻ എന്ന നിലയിലും അല്ലെങ്കിൽ തത്വചിന്തകൻ എന്ന നിലയിൽ ഒക്കെ നമ്മുടെ ജീവിതത്തെപ്പറ്റി നാം പറയാൻ ശക്തനാകുന്നത് ഈ പ്രാഥമിക ഭാവന കൊണ്ടാണ്. പ്രാഥമിക ഭാവനയാണ് മാനുഷികമായ എല്ലാ കണ്ടെത്തലുകളുടെയും പിന്നിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നാൽ നാം പഠിക്കുന്ന അല്ലെങ്കിൽ ഒരു കലാകാരന് ഏറ്റവും ആവശ്യം ദ്വിതീയ ഭാവനയാണ് എന്ന് പറയും. അതായത് സെക്കൻഡറി ഇമാജിനേഷൻ എന്ന് പറയും. ദ്വിതീയ ഭാവനയാണ് ഒരാളെ യഥാർത്ഥത്തിൽ കലാകാരനാക്കുന്നത്. മനസ്സിലെ ബിംബങ്ങളെയും അനുഭൂതികളെയും ഒക്കെ ഉടച്ചു വാർത്ത് അതിൽ നിന്നൊക്കെ 100% പുതിയ ഒന്നിനെ സൃഷ്ടിക്കുന്നത് ദ്വിതീയ ഭാവനയാണ്. വളരെ ഉയർന്ന രീതിയിലുള്ള ചിന്തയും ഗഹനമായ വിചാരവുമൊക്കെ സമ്മേളിക്കുമ്പോഴാണ് കവിത ഉജ്ജ്വലമാകുന്നത്. യഥാർത്ഥത്തിൽ കവിതയുടെ വേര് എന്ന് പറയുന്നത് ദ്വിതീയ ഭാവനയാണ് എന്ന് പറയാം. പ്രാഥമികം ദ്വിതീയം എന്നൊക്കെ തിരിക്കുമെങ്കിലും ദ്വിതീയ ഭാവനയാണ് കവിതയുടെ വേര് എന്നാണ് പറയാറുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കവികളെക്കുറിച്ച് കാവ്യത്തിനെക്കുറിച്ച് ഒക്കെ പഠിക്കാനുണ്ട്. ആരാണ് കവി, എന്താണ് കാവ്യം എന്നൊക്കെ ഉള്ളത് നാം അറിഞ്ഞിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. എല്ലാത്തിനും മീതെ ലോകത്തിൻ്റെ എല്ലാ വികാരങ്ങളോടും എല്ലാ വിശദാംശങ്ങളോടുമുള്ള സഹതാപവും അനുതാപവും ഒക്കെയാണ് കവിത എന്ന് നാം പറയാറുണ്ട്. ഏത് കവിതകളാണ് നമ്മൾ വീണ്ടും വീണ്ടും വായിക്കാൻ ഇഷ്ടപ്പെടുക? നമ്മുടെ മനസ്സിനെ നൊമ്പരപ്പെടുത്തിയിട്ടുള്ള, നമ്മളുടെ മനസ്സിൽ വികാരങ്ങളുടെ വേലിയേറ്റം സൃഷ്ടിച്ചിട്ടുള്ള, നമ്മളുടെ മനസ്സിനെ ഇളക്കി മറിച്ചിട്ടുള്ള കവിതകളാണ് എന്നും നമ്മളുടെ മനസ്സിൽ സ്ഥായിയായി നിലനിൽക്കുക. അവിടെയാണ് നമ്മൾ ആധുനികമായിട്ടുള്ള പല കവിതകളെയും വിമർശിക്കുന്നതും അല്ലെങ്കിൽ വളരെ വിമർശനാത്മകമായി വിലയിരുത്തുന്നതും അവിടെയാണ്. ഏതാണ് ഒരു യഥാർത്ഥ കവിത അല്ലെങ്കിൽ കവിതയുടെ ലക്ഷണം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് വരുന്ന ഒന്നാണ് കാലാതിവർത്തിയായതെന്തോ അതാണ് കവിത. ഏത് നല്ല കവിതയും കാലാതിവർത്തിയാകും. ഓർമ്മയിൽ നിലനിൽക്കുന്നതും അവശ്യ സന്ദർഭങ്ങളിൽ നമ്മളുടെ നാവിൻ തുമ്പിലേക്ക് വരുന്നതുമാവണം നല്ല കവിതയുടെ വരികൾ. നമ്മൾ ധാരാളം കവിതകൾ പഠിക്കുന്നുണ്ട്. എത്ര കവിതകളാണ് നമ്മളുടെ മനസ്സിൽ തങ്ങി നിൽക്കുക? അല്ലെങ്കിൽ സന്ദർഭവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നാവിൻ തുമ്പിലേക്ക് വരുന്ന കവിതയുടെ വരികൾ ഏതൊക്കെയാണ്? അങ്ങനെ വായനക്കാരെ കയ്യിലെടുക്കുന്ന ഒരു ശയ്യാഗുണം കവിതയ്ക്കുണ്ടാവണം. കവിതയിലും നല്ല ഭാഷയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാവ്യഭാഷയ്ക്കുണ്ടാവേണ്ട ഗുണങ്ങളെക്കുറിച്ച് പ്രകാരം ഞാൻ പറയാം. അപ്പോൾ കവിത എന്താണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് വികാരങ്ങളുടെ വേലിയേറ്റമുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സന്ദർഭവുമായി ബന്ധപ്പെട്ട് നമ്മളുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന വരികൾ നല്ല കവിതകൾക്ക് അല്ലെങ്കിൽ നല്ല കാവ്യങ്ങൾക്ക് ഉണ്ടാവണം. പൗരസ്ത്യ കാവ്യശാസ്ത്രത്തിൽ കവിക്ക് കൊടുത്തിരിക്കുന്ന നിർവചനം നാം മനസ്സിലാക്കിയിരിക്കണം. ആരാണ് കവി എന്ന് നോക്കുമ്പോൾ അപാരേ കാവ്യസംസാരേ കവിരേവ പ്രജാപതി യഥാസ്മൈ രോചതേ വിശ്വം തഥേദം പരിവർത്തതേ. ആനന്ദവർദ്ധനൻ്റെ കവിയെക്കുറിച്ചുള്ള നിർവചനമാണ്. പ്രതിഭ, വ്യുൽപ്പത്തി, അഭ്യാസം എന്നിവയുള്ളവനാണ് കവിയെന്ന് രാജശേഖരൻ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ഭാമഹൻ്റെ നിർവചനവും ശ്രദ്ധേയമാണ്. ശബ്ദാർത്ഥവും സഹിതവും കാവ്യം. ശബ്ദത്തിൻ്റെയും അർത്ഥത്തിൻ്റെയും സഹിതഭാവമാണ് കാവ്യം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കവി സൃഷ്ടിക്കുന്ന വികാര വിചാരങ്ങളെ സഹൃദയൻ പുനഃസൃഷ്ടിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആരാണ് സഹൃദയൻ എന്ന് ചോദിക്കുമ്പോൾ സമാന ഹൃദയമുള്ളവനാണ് സഹൃദയൻ എന്ന് ഒറ്റ വാക്കിൽ നമുക്ക് ഉത്തരം പറയാം. കാവ്യത്തിന് സൗന്ദര്യം നൽകുന്നതാണ് അലങ്കാരങ്ങളൊക്കെ തന്നെയും. ശബ്ദാലങ്കാരങ്ങളും അർത്ഥാലങ്കാരങ്ങളും ഒക്കെ നാം കവിതയിൽ കാണുന്നുണ്ട്. സൗന്ദര്യം അലങ്കാര എന്ന് വാമനനും പറഞ്ഞിരിക്കുന്നു. കവിതയ്ക്ക് സൗന്ദര്യം പകർന്ന് അതിന് ആനന്ദം നൽകാൻ പ്രാപ്തിയുണ്ടാകുന്നതാണ് അലങ്കാരം എന്ന് പറയുന്നത്. ശരീരത്തിന് ആഭരണങ്ങൾ എന്ന പോലെയാണ് കവിതയ്ക്ക് അലങ്കാരങ്ങൾ. ഒരു നല്ല മനുഷ്യന് മാത്രമേ നല്ല ഒരു എഴുത്തുകാരനാകാൻ സാധിക്കുമെന്ന് മലയാളത്തിന് പ്രിയപ്പെട്ട കഥാകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരു നല്ല കവിക്ക് മാത്രമേ ഒരു നല്ല നിരൂപകനാകുവാൻ സാധിക്കുമെന്ന് T.S. എലിയറ്റ് പറഞ്ഞതും നമുക്കിവിടെ ഓർമ്മിക്കാം. ഒരു നല്ല കവിക്ക് മാത്രമേ ഒരു നല്ല നിരൂപകനാകാൻ സാധിക്കുകയുള്ളൂവെന്ന്. കവിത എന്ന് പറയുന്നത് ഒരു മൂല്യവത്തായ മാനുഷിക വ്യാപാരമാണ്. പ്രധാനമായും ഓരോ കവിതകളും മനുഷ്യ മനസ്സിനെ 2 തരത്തിൽ വ്യാപരിപ്പിക്കാറുണ്ട്.
ഒന്ന് ഒരു ദൈക്ഷണികമായ അല്ലെങ്കിൽ വളരെ വിജ്ഞാനപ്രദമായ രീതിയിലൂടെ, മറ്റൊന്ന് വൈകാരികമായ അംശങ്ങളിലൂടെ. ഇൻ്റലക്ച്വൽ സ്ട്രീം, ഇമോഷണൽ സ്ട്രീം എന്നിവയാണവ. യഥാർത്ഥത്തിൽ വൈകാരിക അനുഭവത്തിൻ്റെ ഒരു വാഗ്മേയ ചിത്രമാണ് കവിതയെന്ന് നമുക്ക് പറയാം. കാവ്യത്തെക്കുറിച്ച് പറയുമ്പോൾ കാവ്യപ്രയോജനങ്ങളെപ്പറ്റി നാം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. പ്രധാനമായും കാവ്യപ്രയോജനങ്ങളെപ്പറ്റി പറയുന്നിടത്ത് യശസ്, ധനം, ലോകപരിജ്ഞാനം, അനർത്ഥ നിവാരണം, ആനന്ദം, ഉപദേശം എന്നിങ്ങനെ ധാരാളം ഗുണങ്ങൾ കാവ്യപ്രയോജനങ്ങളായി പറയാറുണ്ട്. അപ്പോൾ കവി ആരാണ് എന്നും കാവ്യം എന്താണ് എന്നും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി കാവ്യഭാഷയിലേക്ക് നമുക്ക് പോകാം. കാവ്യഭാഷയും സംവേദനവും എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള പൊതുവായ സാമാന്യമായ ധാരണ നമുക്ക് ആവശ്യമാണ്. നിങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പാഠഭാഗങ്ങൾ, ഉൾപ്പെടുത്തിയിരിക്കുന്ന പാഠ്യാംശങ്ങൾ, അതിൻ്റെ വിശദ പഠനങ്ങളായി കുറച്ച് കൃതികൾ കൊടുത്തിട്ടുണ്ട്. ആ കൃതികളൊക്കെയും ഈ പറയുന്ന കാവ്യഭാഷയ്ക്ക് ഉദാഹരണമായി കൊടുത്തിരിക്കുന്ന കുറച്ച് കൃതികളാണ്. കവിത, താളം, നാടൻ പാട്ടുകൾ, കാവ്യരൂപങ്ങൾ എന്നിങ്ങനെ പലവിധ വസ്തുതകളും അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ കവിതയും കവിയുടെ ഉപബോധ മനസ്സിൻ്റെ ഉണർത്തുപാട്ടാണ് എന്ന് പറയുന്നിടത്ത് കവിതയുടെ വിശാലമായ അർത്ഥം അല്ലെങ്കിൽ അതിൻ്റെ ആസ്വാദന അംശത്തിലേക്കാണ് നാം ചെന്നെത്തുന്നത്. കാവ്യനർത്തകി എന്ന ഒരു കവിത ഉദാഹരണമായി അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പഠിക്കാനായി കൊടുത്തിട്ടുണ്ട്. കവിഹൃദയത്തിൽ വൈകാരിക ഭാവചലനങ്ങൾ സൃഷ്ടിക്കുന്ന ഏതൊരാശയത്തിനും കാവ്യരൂപം നൽകുവാൻ കവിക്ക് സാധിക്കുന്നുണ്ട്. എങ്ങനെയാണ് തൻ്റെ മനസ്സിനെ ചലിപ്പിച്ച കാര്യങ്ങൾക്ക് കവിതാരൂപത്തിൽ അതിന് ഒരു പുതിയ ഭാവം നൽകുന്നത് എന്ന് ഓരോ കവിതയും പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരു കവിയുടെ സർഗാത്മകതയുടെ അത്യുന്നതമായ ധ്യാനമുഹൂർത്തത്തിലെ സമാധിസ്ഥമായ അനുഭവങ്ങളെയോ അനുഭൂതികളെയോ വെളിപാടുകളെയോ ഒക്കെ ലാവണ്യാത്മകമായ ഭാഷയിൽ എഴുതിയിട്ടുള്ള ഒരു കവിതയാണ് ചങ്ങമ്പുഴയുടെ കാവ്യനർത്തകി എന്ന കവിത. ഹൃദയഹരിയായ ശബ്ദവിന്യാസക്രമവും താള ലയ നിബദ്ധവുമായ വരികളാണ് അതിനെ ഇത്രയും ആകർഷകമാക്കുന്നത്. ഒരു കവിതയിൽ എങ്ങനെയാണ് വാക്കുകളെ നിബന്ധിച്ചിരിക്കുന്നത്, കാവ്യഭാഷ എങ്ങനെയാണ് എന്നറിയണമെങ്കിൽ കാവ്യനർത്തകി എന്ന കവിത നാം നന്നായി മനസ്സിരുത്തി ഒന്ന് വായിക്കണം. നമുക്ക് ആ കവിത ഒന്ന് കേൾക്കാം. കനക ചിലങ്ക കീലുങ്ങി കീലുങ്ങി കാഞ്ചന കാഞ്ചി കൂലുങ്ങി കൂലുങ്ങി കടമിഴിക്കോണുകളിൽ സ്വപ്നം മയങ്ങി കതിരു തീർപ്പു പുഞ്ചിരി ചെഞ്ചുണ്ടിൽ തങ്ങി ഒഴുകുമുടയാടയിലൊളിയലകൾ ചിന്നി അഴകോരുടലാർന്ന പോലങ്ങനെ മിന്നി മതിമോഹന ശുഭനർത്തനമാടും നൈമഹിതേ മമ മുന്നിൽ നിന്നു നീ മലയാള കവിതേ. മലയാള കവിതയെ അംഗലാവണ്യത്തിൻ്റെ സ്ത്രീരൂപമായി വർണ്ണിച്ചുകൊണ്ട് രചിച്ചിട്ടുള്ള ഒരു കവിതയാണ് ചങ്ങമ്പുഴയുടെ കാവ്യനർത്തകി. മലയാള ഭാഷയുടെ സൗന്ദര്യവും സർഗവ്യാപ്തിയുമൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു രചന. ഒരു കവിതയുടെ ആന്തരിക ചൈതന്യത്തിൻ്റെ സർവ്വതലങ്ങളെയും സ്പർശിച്ചുകൊണ്ടുള്ള ഒരു കവിതയാണ് നമ്മൾ കേട്ട കാവ്യനർത്തകി. എത്ര ഭംഗിയായി, മധുരമായി, മനോഹരമായി പദങ്ങളെ ഇതിവിടെ നിബന്ധിച്ചിരിക്കുന്നു എന്നുള്ളത് നാം കേൾക്കുക. കവിതയുടെ രൂപഭംഗി, വാക്കുകളുടെ ലയന സാന്ദ്രത, സർഗസൃഷ്ടിയുടെ സ്വപ്നസ്പന്ദനങ്ങളൊക്കെ കാവ്യനർത്തകിയിൽ സമ്മേളിച്ചിരിക്കുന്നു. സംഗീതവും ഭാവനയും ഒക്കെ ഇഴചേർന്ന കാവ്യത്തിൻ്റെ ഭാഷ വളരെ ശ്രദ്ധയാകർഷിക്കുന്നതാണ്. കാവ്യഭാഷയെക്കുറിച്ച് പറയുമ്പോൾ എന്തായിരിക്കണം കാവ്യഭാഷ, അനുവാചകൻ്റെ മനസ്സിൽ അതുണർത്തുന്ന വികാരവിചാരങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ സാന്ദ്രത എങ്ങനെയാണ്, വളരെ ആർദ്രമായ രീതിയിൽ വളരെ ശബ്ദവും പ്രാസവും ഒക്കെ ഭംഗിയായി സമ്മേളിച്ചിരിക്കുന്ന കവിതയാണ് കാവ്യനർത്തകി. ശൈലി കൊണ്ടും ആവിഷ്കരണ മേന്മ കൊണ്ടുമൊക്കെ വളരെ വലിയ സ്ഥാനത്ത് നിൽക്കുന്ന ഒന്നാണ് ഈ കവിത. ഒരു കവിക്ക് തൻ്റെ കാവ്യഭാഷ ഉപയോഗിച്ചുകൊണ്ട് എത്രമാത്രം ഹൃദയഹാരിയായ രീതിയിൽ തൻ്റെ വികാരവിചാരങ്ങളെ ആവിഷ്കരിക്കാൻ സാധിക്കുമെന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് കാവ്യനർത്തകി എന്ന കവിത. ഓരോ കവിയും തൻ്റെ അന്തരിന്ദ്രിയ ചേതനയിൽ നിന്നും അല്ലെങ്കിൽ ദിവ്യമായ നിമിഷങ്ങളിൽ നിന്നും ഒക്കെ സൃഷ്ടിച്ചെടുക്കുന്ന സാഹിത്യ കലയാണ് കവിത എന്ന് നമുക്കിവിടെ പറയാം. ഹൃദയഹാരിയായ ശബ്ദവിന്യാസക്രമം കവിതയെ എങ്ങനെ ആകർഷകമാക്കുന്നുവെന്ന് ഈ കവിത കേൾക്കുമ്പോൾ നാം അറിയുന്നു. ഇവിടെ കവിയും സഹൃദയനുമൊക്കെ ഒന്നാകുന്ന കാഴ്ചയാണ് കാണുന്നത്.
കവി അനുഭവിച്ച അതേ വികാര വിചാരങ്ങളെ സഹൃദയനും നന്നായി മനസ്സിലാക്കി ആസ്വദിക്കുകയും അനുഭവിക്കുകയുമാണ് ചെയ്യുന്നത്. വായനക്കാരൻ്റെ മുൻപിൽ അഴകൊരുടലാർന്ന പോലെ നൃത്തമാടുന്ന കാവ്യനർത്തകിയുടെ പദചലനങ്ങളിൽ സഹൃദയൻ തന്നെ വിസ്മരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നു. അത്രമാത്രം സൂക്ഷ്മതയോടെ രംഗസംവിധാനം ചെയ്യുവാൻ കവിക്ക് സാധിച്ചിരിക്കുന്നു. എങ്ങനെയാണ് സർഗാത്മകതയുടെ ഹൃദയതാളങ്ങൾ കവിതയിലൂടെ കാവ്യഭാഷയിലൂടെ ആവിഷ്കരിച്ചിരിക്കുന്നത് എന്ന് ഈ കവിത നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. പദഘടനയും പ്രതീകങ്ങളും ബിംബങ്ങളും രൂപകങ്ങളുമൊക്കെ പലപ്പോഴും കാവ്യത്തിന് യഥാർത്ഥ രീതിയിലുള്ള സൗന്ദര്യവും സമ്പത്തും ഒക്കെ തന്നെ നൽകുന്നുണ്ട്. കവിതയെക്കുറിച്ചുള്ള പാശ്ചാത്യ പൗരസ്ത്യ ദർശനങ്ങൾ നിങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അതും കൂടി വളരെ ചുരുക്കമായി ഒന്ന് പറയാം. കാവ്യഭാഷയെപ്പറ്റിയും കവിതയെപ്പറ്റിയും ഒക്കെ പറയുമ്പോൾ നാം പലപ്പോഴും പരാമർശിച്ചു കാണുന്ന പേരാണ് വേഡ്സ്വർത്തിൻ്റേത്. 1798 ലിറിക്കൽ ബല്ലാഡ്സ് എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച കവിതാ സമാഹാരം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. കാൽപ്പനിക പ്രസ്ഥാനത്തിൻ്റെ ഒരു നാന്ദിക്കുറിപ്പായി ഇത് കണക്കാക്കപ്പെടുന്നു. ഗ്രാമീണരുടെ ജീവിതത്തിനാണ് നൈസർഗികത കൂടുതലുള്ളത്, അല്ലെങ്കിൽ സത്യസന്ധത കൂടുതലുള്ളത്. അതിനാൽ ഗ്രാമീണരുടെ ഭാഷയിൽ മാത്രമാണ് കവിത എഴുതേണ്ടത് എന്നാണ് വേഡ്സ്വർത്ത് പറഞ്ഞു വെച്ചത്. വികാരത്തിൻ്റെ അകൃത്രിമത്വവും ശക്തിയും സാരല്യവും സുഗ്രഹതയും സുന്ദരവും ശാശ്വതവുമായ പ്രകൃതി ഘടകങ്ങളും ഒക്കെ കവിതയിൽ നിബന്ധിച്ചിരിക്കണം. വിഷയം സാധാരണക്കാരുടെ ജീവിതത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുക, കഴിയുന്നത്ര അവരുടെ ഭാഷയിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഷ ഉപയോഗിക്കുക എന്നൊക്കെയാണ് വേഡ്സ്വർത്ത് കവിതയെക്കുറിച്ച് പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങൾ. കാവ്യകലയുടെ മുഖ്യധർമ്മം തന്നെ ആനന്ദദായകത്വമാണ്. പോയട്രി ഈസ് ദ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഇമോഷൻസ് റീകളക്റ്റഡ് ഇൻ ട്രാങ്ക്വിലിറ്റി എന്നുള്ളത് നാം കേട്ടുപഴകിയ ഒരു നിർവചനമായിരിക്കാം. കാവ്യകലയുടെ മുഖ്യധർമ്മം എന്ന് പറയുന്നത് ആനന്ദദായകത്വമാണ്. ഒരിക്കൽ അനുഭവിച്ച വികാരത്തിനെ ഹൃദയാന്തർഭാഗത്ത് നിന്ന് പുനർജീവിപ്പിക്കാനുള്ള കഴിവ് കവിക്ക് സഹജമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. കാവ്യരചനയ്ക്ക് നിർണായകമായ 4 ഘടകങ്ങളുണ്ട് എന്നാണ് വേഡ്സ്വർത്ത് പറഞ്ഞു വെക്കുന്നത്. അവ ഇവയാണ്: രചന, വികാരാനുഭവം, അനുധ്യാനം, ഭാവന എന്നിവ. ഇവിടെയും നോക്കൂ ഭാവനയ്ക്ക് നൽകിയിരിക്കുന്ന പ്രാധാന്യം. വികാരാനുഭൂതിയുടെ ആനന്ദദായകമായ കവിഞ്ഞൊഴുകലാണ് ഭാവന എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാവ്യഭാഷ വികാര തീവ്രമാണ് എന്ന മതമായിരുന്നു വേഡ്സ്വർത്തിനുണ്ടായിരുന്നത്. കവിതയുടെ ഈ 4 ഘട്ടങ്ങളും വളരെ പ്രധാനപ്പെട്ടവയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. വേഡ്സ്വർത്തിൻ്റെ ഈ അഭിപ്രായത്തോട് തികച്ചും വ്യത്യസ്തമായ അഭിപ്രായവുമായി രംഗത്ത് വന്ന വ്യക്തിയാണ് കോൾറിഡ്ജ്. ഗ്രാമങ്ങളിൽ ജീവിച്ചതുകൊണ്ട് മാത്രം നല്ല കവിതയുണ്ടാകില്ല എന്നും നല്ല കവിത ജനിക്കണമെങ്കിൽ സംവേദനക്ഷമതയും വിദ്യാഭ്യാസവും ഒക്കെ ആവശ്യമാണ് എന്നും കോൾറിഡ്ജ് പറഞ്ഞു വെക്കുന്നു. ഭാഷയുടെ ഉത്കൃഷ്ട അംശം ഉത്ഭവിക്കുന്നത് മനസ്സിൻ്റെ തന്നെ ക്രിയയെക്കുറിച്ചുള്ള ചിന്തയിൽ നിന്നാണ്. ഗദ്യത്തിലെയും കവിതയിലെയും ഭാഷയ്ക്ക് തമ്മിൽ സാരമായ വ്യത്യാസമൊന്നുമില്ല എന്നും ഉണ്ടായിരിക്കരുത് എന്നുമാണ് വേഡ്സ്വർത്തിൻ്റെ അഭിപ്രായം. ഇനി നമുക്ക് ഡിവൈൻ കോമഡിയുടെ ഉപജ്ഞാതാവായ ദാന്തയിലേക്ക് വരാം. ഡിവൈൻ കോമഡി എന്ന മഹാകാവ്യത്തിൻ്റെ പേരിലാണ് ദാന്തെ കാലത്തെ അതിജീവിച്ച് നിലകൊള്ളുന്നത്. അദ്ദേഹത്തിൻ്റെ കാവ്യദർശനത്തിൽ ആ ഗ്രന്ഥത്തിൽ 2 ഭാഗങ്ങളാണ് ഉള്ളത്. 1-ാം ഭാഗത്തിൽ ഭാഷയെക്കുറിച്ചും 2-ാം ഭാഗത്തിൽ കവിതയെക്കുറിച്ചുമാണ് പറയുന്നത്. കവിതയിൽ ഉപയുക്തമാകുന്ന ഭാഷ സംസ്കാരത്തിൻ്റെ ഭാഷയാകണം എന്ന് വാദിച്ച വ്യക്തിയായിരുന്നു ദാന്തെ. പ്രാദേശിക ഭാഷയാണെങ്കിലും ദേശത്തിൻ്റെ നാനാഭാഗങ്ങളിലുമുള്ള സാഹിത്യ രസികന്മാർക്ക് അത് അഭികാമ്യമാവണം എന്ന് അദ്ദേഹം വാദിച്ചു. സ്വതന്ത്ര വ്യക്തിത്വമുള്ള ഉത്തമ പദങ്ങളാവണം കാവ്യത്തിന് നാം സ്വീകരിക്കേണ്ടത്. സുന്ദര പദങ്ങൾ സമഞ്ജസമായി സമ്മേളിക്കുമ്പോഴാണ് കാവ്യം സുന്ദരമാകുന്നത് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ക്ലിഷ്ടവും ശുഷ്കവുമായ പദങ്ങളല്ല കാവ്യത്തിന് ഭംഗി കൂട്ടുന്നത് എന്നും ദാന്തെ അഭിപ്രായപ്പെട്ടു. ഭാവദ്യോതകമായ അർത്ഥങ്ങളെ ധ്വനിപ്പിക്കുവാൻ ശക്തിയുള്ള പദങ്ങളുടെ സംവിധാനക്രമം ഉണ്ടാവണം. അത്തരത്തിലുള്ള കവിതയാണ് സംഗീതാത്മകമായ കവിത. കവികൾ കാവ്യനീതി പാലിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുവന്ന മറ്റൊരു വ്യക്തിയാണ് ഡോക്ടർ ജോൺസൺ. മനസ്സിൻ്റെ വ്യത്യസ്ത കഴിവുകളുടെ സംയുക്ത വ്യാപാരമാണ് പ്രതിഭ എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പ്രതിഭ, ശക്തി, ഭാവന ഇവയൊക്കെയും കാവ്യത്തിന് അനുപേക്ഷണീയമാണ്. കോൾറിഡ്ജിനെ കുറിച്ച് പറയുമ്പോൾ ബയോഗ്രഫിയ ലിറ്റററിയ എന്ന ഗ്രന്ഥത്തെക്കുറിച്ച് സൂചിപ്പിക്കാതെ തരമില്ല. ഈ ഗ്രന്ഥത്തിൻ്റെ 14-ാം അധ്യായത്തിലാണ് കോൾറിഡ്ജ് കവിതയെ വിലയിരുത്തുന്നത്. സൗന്ദര്യത്തിൻ്റെ അനുഭവത്തിലൂടെ ആനന്ദം നൽകുന്ന ഏത് പ്രതിഭാസത്തെയും കവിതയെന്ന് വിളിക്കാം എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അങ്ങനെ വരുമ്പോൾ ശില്പകലയും സിനിമയും ഒക്കെ ഒരർത്ഥത്തിൽ കവിതയാണ് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
സംഗീതാത്മകത, വിഷയത്തിൻ്റെ തിരഞ്ഞെടുപ്പ്, ആഴവും പരപ്പുമുള്ള വിഷയം, ഇവയൊക്കെയും നല്ല കവിതയുടെ അല്ലെങ്കിൽ നല്ല കവിത തിരഞ്ഞെടുക്കുന്നതിൻ്റെ അടിസ്ഥാന ഘടകമാണ് എന്ന് അദ്ദേഹം വാദിച്ചു. മനുഷ്യൻ്റെ ആത്മാവും ഇന്ദ്രിയബോധവും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെ വ്യാഖ്യാനിക്കുന്നവനാണ് കവി. കവിതയുടെ അടിയന്തരമായ ലക്ഷ്യം തന്നെ ആനന്ദമാണ്. സമുചിതമായ ബിംബങ്ങളിലൂടെ കലാകാരനായ കവി പ്രകൃതിയുടെ ആത്മാവിനെയാണ് ആവിഷ്കരിക്കുന്നത് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കവിതയിൽ ആശയത്തിനുള്ള പ്രാധാന്യവുമായി രംഗത്ത് വന്ന വ്യക്തിയാണ് മാത്യു ആർണോൾഡ്. കവിതയിൽ ആശയത്തിനാണ് പ്രാധാന്യം എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. കവിത ജീവിതത്തിൻ്റെ വിമർശനമാവണം എന്നും അദ്ദേഹം വാദിച്ചു. സംസ്കാരത്തിൻ്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞു അദ്ദേഹം. മനുഷ്യ മനസ്സിലുള്ള അധമതലത്തെ ഉപരിതലം കൊണ്ട് ജയിച്ചേ പറ്റൂ. അധമതലം എന്ന് പറയുന്നത് മൃഗീയതയുടേതാണ്, ഉപരിതലം മാനുഷിക മഹത്വത്തിൻ്റേതാണ്. അത്തരത്തിൽ മാനുഷിക മഹത്വത്തിൻ്റെ ആ തേജസ്സിനെ പുറത്തു കൊണ്ടുവരുന്ന സാഹിത്യങ്ങളൊക്കെ തന്നെയും സമൂഹത്തെ വിമർശിക്കുകയും വ്യാഖ്യാനിക്കുകയും വിലയിരുത്തുകയും പരിവർത്തനപ്പെടുത്തുകയും ചെയ്യുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അപ്പോൾ കവിതയുടെ ലക്ഷ്യം തന്നെ ആശയത്തിനെ അവതരിപ്പിക്കുന്നതോടൊപ്പം സാമൂഹികമായ പരിവർത്തനത്തിന് സഹായിക്കുന്നവയാവണം. അത്തരത്തിലുള്ള ഒന്ന് മാത്രമാണ് കവിത എന്ന് മാത്യു ആർണോൾഡ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള പാശ്ചാത്യ പൗരസ്ത്യ ചിന്തകർ കവിതയെ അടയാളപ്പെടുത്തിയത് മനസ്സിലാക്കുമ്പോൾ യഥാർത്ഥത്തിൽ കവിതയുടെ ലക്ഷ്യം എന്താണ് എന്നും അത് ആനന്ദദായകത്വമാണ്, അല്ലെങ്കിൽ സൗന്ദര്യത്തിൻ്റെ ആവിഷ്കാരമാണ്, മനുഷ്യ മനസ്സിനെ വിമലീകരിക്കുന്നതാണ്, നമ്മളുടെ ചിന്തകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതാണ്, യഥാർത്ഥത്തിൽ നല്ലൊരു വ്യക്തിത്വ രൂപീകരണത്തിന് അല്ലെങ്കിൽ ഒക്കെ ആവശ്യമാണ് എന്ന് വാദിക്കുന്ന അനേകം വാദഗതികളിലേക്കാണ് നാം കടക്കുന്നത്. ഇനി ടോൾസ്റ്റോയുടെ കലാദർശനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ വാട്ട് ഈസ് ആർട്ട് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റാണ്, അല്ലെങ്കിൽ ആ ഒരു പുസ്തകത്തിനെയാണ് നാം എടുത്തു പറയേണ്ടത്. കലാപ്രവർത്തനം ഒരു മാനസിക പ്രക്രിയയാണ്. അനുഭൂതികൾ അന്യനിലേക്ക് അഭിസംക്രമിക്കുകയാണ് ചെയ്യുന്നത്. വികാരമാണ് അഭിസംക്രമണത്തിന് വിധേയമാകുന്നത്. നാം അത്തരത്തിലുള്ള വികാര വിചാരങ്ങളെ അന്യരിലേക്ക് അഭിസംക്രമിപ്പിക്കുകയാണ് വേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഉത്കൃഷ്ടമായ വികാരങ്ങളും ആവിഷ്കാര സാധ്യതയും ഒക്കെ കവിതയെ അല്ലെങ്കിൽ ഏത് കലയെയും മഹനീയമാക്കുന്നുവെന്ന് ടോൾസ്റ്റോയ് അഭിപ്രായപ്പെട്ടു. വ്യക്തിസ്പർശവും അന്തശ്ചോദനയും ഒക്കെ തന്നെ ഓരോ കലയെയും പരിപൂർണമാക്കുന്നുണ്ട്. കാവ്യനിർമ്മാണവും ആസ്വാദനവുമൊക്കെ വ്യത്യസ്ത തലത്തിൽ നിലനിൽക്കുന്നവയല്ല എന്നും ഇവയൊക്കെയും ഒരേ നാണയത്തിൻ്റെ രണ്ടു വശങ്ങളാണ് എന്നും അഭിപ്രായപ്പെട്ടത് I.A. റിച്ചാർഡ്സ് ആണ്. കവിത മൂല്യവത്തായ ഒരു മാനുഷിക വ്യാപാരമാണ്. ചോദനകളിൽ എത്രത്തോളം എണ്ണത്തെ തൃപ്തിപ്പെടുത്തി സമനില പാലിക്കാൻ സഹായിക്കുമോ അത്രത്തോളം ആ വസ്തുവിന് അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയയ്ക്ക് മൂല്യമുണ്ട് എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. ഇനി കവിതയെ 3 വിഭാഗങ്ങളായി തിരിക്കുകയാണ് T.S. എലിയട്ട് ചെയ്തിട്ടുള്ളത്. T.S. എലിയട്ടിനെ കുറിച്ച് നാം പഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൃതികളെക്കുറിച്ചും നമുക്ക് പരിചയമുണ്ടാവും. കവിതയിലെ 3 നാദങ്ങൾ എന്ന പ്രബന്ധത്തിൽ എലിയട്ട് കവിതയെ 3 വിഭാഗങ്ങളായി തിരിക്കുന്നുണ്ട്. ഭാവഗീതം, ആഖ്യാനാത്മക കാവ്യം, നാടകീയ കാവ്യം എന്നിവയാണവ. കവിതയും വികാരവും തമ്മിലുള്ള ബന്ധത്തെ എലിയട്ട് വിശദീകരിക്കുന്നത് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവിലൂടെയാണ്. എന്താണ് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്ന് നമുക്ക് നോക്കാം. കവിയുടെ വൈയക്തിക ജീവിതത്തിലെ വികാരങ്ങളുടെ ബഹിർഗമനമല്ല കവിത. എന്നാൽ കവിത വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വികാരം ഉത്തേജിതമാകുന്നുണ്ട്. ആ വികാരം കവി കണ്ടെത്തുന്ന ഉചിതമായ ഒബ്ജക്റ്റീവ് കോറിലേറ്റിലൂടെയാണ് ആവിഷ്കൃതമാകുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ഒബ്ജക്റ്റീവ് കോറിലേറ്റീവിനെ കുറിച്ച് വളരെ വിശദമായി അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. കുറേ വസ്തുക്കളുടെ അല്ലെങ്കിൽ കുറേ സംഭവങ്ങളുടെ ഒരു ശൃംഖല കലാസൃഷ്ടിയിലൂടെ ആവിഷ്കരിക്കേണ്ട വികാരത്തിൻ്റെ സംജ്ഞയോ നിർദ്ദിഷ്ട രൂപമോ ഒക്കെയായിത്തീരുന്നു. ഈ വസ്തു സമൂഹത്തോട് അല്ലെങ്കിൽ സംഭവത്തോട് ആസ്വാദകന് മാനസിക ബന്ധമുണ്ടാകുമ്പോൾ അയാളിൽ ആ വികാരം ഉത്തേജിതമാകുന്നു. കവിതയിലൂടെ അനുഭവപ്പെടുന്ന വികാരത്തിൻ്റെ ആവിഷ്കരണ രഹസ്യം ഇതാണ്. അപ്പോൾ കവിഹൃദയത്തിൽ അനുഭവപ്പെടുന്ന വികാരം അതേപടിയല്ല കവിതയിലൂടെ സഹൃദയന് അനുഭവവേദ്യമാകുന്നത്. വ്യക്തിത്വവും വികാരവും ഉള്ളവർക്കേ കവിതാരചനയ്ക്കുള്ള പ്രേരണയുണ്ടാവൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. കവിതയും വികാരവും തമ്മിലുള്ള വലിയൊരു ബന്ധത്തെയാണ് അദ്ദേഹം തൻ്റെ ഈ ഒബ്ജക്റ്റീവ് കോറിലേറ്റീവിലൂടെ വളരെ ഭംഗിയായി അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ പല വ്യക്തികളും കവിതയെ തങ്ങളുടെ അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് തങ്ങളുടെ തത്വശാസ്ത്രങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒക്കെ വർഗീകരിക്കുകയും വിവരിക്കുകയും വിശദീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പൊതുവെ കാവ്യമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനസ്സിനെ വിമലീകരിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യനെ സംസ്കാരവാനാക്കുന്ന, മനുഷ്യൻ്റെ ചിന്തയെ ഉദ്ദീപിപ്പിക്കുന്ന, അവൻ്റെ മനസ്സിൽ അവൻ്റെ ഹൃദയത്തിൽ ആന്തോളനങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നാവണം കവിത.
ഏത് കൃതിയെ നമ്മൾ ക്ലാസിക് എന്ന് പറയുമ്പോൾ എപ്പോഴാണ് ഒരു കൃതിയെ നാം ക്ലാസിക് എന്ന് വിശേഷിപ്പിക്കുന്നത്? ഒരു കൃതി രണ്ടാമതും മൂന്നാമതും വായിച്ചു കഴിയുമ്പോഴും വീണ്ടും വായിക്കാനുള്ള ഒരു ത്വര നമ്മിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ കൃതിയുടെ ശ്രേഷ്ഠതയാണ് അത് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ മാത്രമേ ഓരോ കൃതിയും ക്ലാസിക് എന്നുള്ള വിഭാഗത്തിലേക്ക് നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അതുപോലെയാണ് ഓരോ കവിതയും. നമ്മളുടെ മനസ്സിൽ എപ്പോഴെങ്കിലും നല്ല മാറ്റങ്ങൾ സൃഷ്ടിക്കുവാൻ അല്ലെങ്കിൽ ഒരു ചലനം സൃഷ്ടിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതുതന്നെയാണ് ആ കവിതയുടെ മഹത്വം. കവിത എന്ന് പറയുന്നത് ആത്മനിഷ്ഠമെന്നും വ്യക്തിനിഷ്ഠമെന്നും ഒക്കെ പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും കാവ്യഭാഷ എന്ന് പറയുന്നത് എന്താവണം? അത് അകൃത്രിമത്വമുള്ളവയാവണം. നമ്മൾ നിലനിൽക്കുന്ന കവിതകളെ അളക്കേണ്ടതും ഈ പറയുന്ന മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ടാണ്. ഓരോ കവിതയും എത്രമാത്രം ആസ്വാദകരിലേക്ക് സഹൃദയനിലേക്ക് എത്തിച്ചേരുന്നുണ്ട്, ആ കാവ്യഭാഷയുടെ താളവും രൂപവും ഒക്കെ എത്രമാത്രം ഭംഗിയാണ്, അതിനെത്രമാത്രം മനുഷ്യ മനസ്സിനെ മഥിക്കുവാനുള്ള ശക്തിയുണ്ട് എന്നുള്ളതാണ് ഓരോ കാവ്യത്തെയും അളക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത്. കാവ്യലക്ഷ്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്കവയെ ഒന്ന് ചുരുക്കി ഇങ്ങനെ പ്രതിപാദിക്കാം. ഓരോ കാവ്യത്തിൻ്റെയും ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഉദ്ബോധിപ്പിക്കുക, ആനന്ദിപ്പിക്കുക, വശീകരിക്കുക എന്നൊക്കെയുള്ളതാണ്. എല്ലാ കാലത്തും എല്ലാ മനുഷ്യനെയും തൃപ്തിപ്പെടുത്താവുന്ന രചനയെ മാത്രമേ നമുക്ക് ഉദാത്തം എന്ന് വിളിക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ക്ലാസിക് കൃതികളും അതിനോടൊപ്പം തന്നെ നമുക്ക് ചേർത്ത് വായിക്കാം. ഇനി എന്താണ് ഉദാത്തതയുടെ സ്രോതസ്സുകൾ എന്ന് നമുക്ക് നോക്കാം. ഔന്നത്യമുള്ള ചിന്ത, മനുഷ്യനെ ഏറ്റവും നല്ല രീതിയിൽ ആസ്വദിപ്പിക്കാൻ കഴിയുന്ന വർണ്ണനാ വൈഭവങ്ങൾ, ആസ്വാദനക്ഷമതയുള്ള വരികൾ, ശക്തവും തീവ്രവുമായ വികാരം, വിശിഷ്ടമായ പദവിന്യാസം, ഗംഭീരവും സുഘടിതവുമായ രചന, ഇവയൊക്കെയും ഉദാത്തതയുടെ സ്രോതസ്സുകളാണ്. നമുക്കറിയാം, ഏത് വാക്കും സന്ദർഭോചിതമായാൽ മാത്രമേ അത് ഉദാത്തമാകുന്നുള്ളൂ അല്ലെങ്കിൽ സുന്ദരമാകുന്നുള്ളൂ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതിനാണ് നമ്മൾ ഔചിത്യം എന്നൊരു ഗുണത്തെക്കുറിച്ച് പറയാറുള്ളത്. ഉചിതമായ സ്ഥലത്ത് ഉചിതമായ രീതിയിൽ പ്രയോഗിക്കുന്ന ആ ഭാവത്തെയാണ് നാം ഔചിത്യം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത്. അലങ്കാര പ്രയോഗം ഉചിതമാവണമെങ്കിൽ അത് റൈറ്റ് പ്ലേസിൽ അല്ലെങ്കിൽ റൈറ്റ് ഒക്കേഷനിൽ റൈറ്റ് മോട്ടീവോടുകൂടിയുള്ള ഒന്നായിരിക്കണം. ഏതു വാക്കും സന്ദർഭോചിതമായാൽ മാത്രമേ സുന്ദരമാകൂ എന്ന് നമുക്കറിയാം. ഉത്കൃഷ്ടമായ സംവിധാനമാണ് സംരചന എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതൊരു കലാസൃഷ്ടിയെയും ഉത്തമമാക്കുന്നത് സബ്ലിമിറ്റിയാണ് എന്ന് നമുക്കറിയാം. വികാരം, ഭാവന എന്നിവയ്ക്കും കവിതയിൽ വലിയ പ്രാധാന്യമാണ് ഉള്ളത്. ബിംബകൽപ്പനകൾ അല്ലെങ്കിൽ ഗംഭീരമായ സങ്കല്പങ്ങൾ, തീവ്രമായ വികാരങ്ങൾ ഒക്കെയും ഓരോ കവിതയ്ക്കും അനുപേക്ഷണീയമായ ഘടകങ്ങളാണ്. കാവ്യഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് വിശദ പഠനത്തിന് കുറച്ച് കൃതികൾ നൽകിയിട്ടുണ്ട്. അതിൽ 1-2 കൃതികളെ കൂടി ഞാൻ ചെറുതായി ഒന്ന് സൂചിപ്പിക്കാം. പ്രധാനമായും ശ്രീദേവി ചരിതം, അവിടെ ചോകിരം ഗ്രാമത്തിനെക്കുറിച്ച് ഉള്ള വർണ്ണന നിങ്ങൾക്ക് വിശദ പഠനത്തിന് നൽകിയിട്ടുണ്ട്. വള്ളുവനാട്ടിലെ ചോകിരം ഗ്രാമത്തിലാണ് ഈ കഥ നടക്കുന്നത്. കൃതിയിലേക്ക് കടക്കുമ്പോൾ ഇവിടെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയാണ്. സമാനതകളില്ലാത്ത പദപ്രയോഗങ്ങൾ, നർമ്മഭാവന, അതുപോലെ തന്നെ വർണ്ണനകൾ ഒക്കെയാണ് ഈ കൃതിയെ വ്യത്യസ്തമാക്കുന്നത്. കവിയുടെ സൂക്ഷ്മ വിശകലന പാടവം നമുക്ക് ഈ കൃതിയിൽ ദർശിക്കാം. യഥാർത്ഥത്തിൽ ഓരോ കവിതയുടെയും മാറ്റു വർദ്ധിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കവികൾ ക്രാന്തദർശികളാണ് എന്നൊക്കെ നാം പറയാറുണ്ട്. ഒരുപാട് ദൂരം മുൻപേ കാണുന്നവരാണ്, അല്ലെങ്കിൽ പ്രവാചകന്മാരാണ് കവികൾ, പ്രത്യാശാവാഹകരാണ് കവികൾ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഓരോ കവിതയ്ക്കും ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്താണ് എന്നും കവിത എങ്ങനെയാണ് ആ കവിതയ്ക്ക് മഹാത്മ്യമേറുന്നത് എന്നും ആ കവിതയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ശബ്ദാലങ്കാരങ്ങളോടുള്ള പ്രതിപത്തിയും കാവ്യാത്മകമായ ആവിഷ്കാരവും ഭാവനാത്മകമായ ആവിഷ്കാരങ്ങളും നിരങ്കുശമായ ഭാവനയുമൊക്കെ ഈ ഉണ്ണിച്ചിരുദേവി ചരിതത്തിൻ്റെ പ്രത്യേകതകളാണ്. ഉണ്ണിച്ചിരുദേവിയുടെ തോട്ടുവായ്പള്ളി വീട് നിൽക്കുന്ന പൊയിലം എന്ന സ്ഥലവും ആ സ്ഥലം ഉൾപ്പെട്ട ചോകിരം ഗ്രാമം, ശുഗപുരം ഗ്രാമവുമൊക്കെ ഈ കൃതിയിലെ ആഖ്യാനാംശങ്ങളായി തീരുന്നുണ്ട്. വർണ്ണനകളുടെ ഒരു ഘോഷയാത്രയാണ് ഈ കൃതിയെ ഏറ്റവും പ്രത്യേകമായി അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു കൃതിയാക്കി നിലനിർത്തുന്നതിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട ഘടകം. ധാരാളം വർണ്ണനകളാണ്. ശുഗപുരം ഗ്രാമത്തിൻ്റെ വർണ്ണന, കാർഷിക രീതികളെക്കുറിച്ചുള്ള വർണ്ണന, നാടിൻ്റെ വർണ്ണന, പ്രകൃതിയെക്കുറിച്ചുള്ള വർണ്ണന, അങ്ങനെ ധാരാളം തരത്തിലുള്ള വർണ്ണനകളാണ് ഈ കവിതയുടെ ഏറ്റവും വലിയ സത്ത എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ വർണ്ണനകൾക്ക് പല ഘടകങ്ങളെയും പാത്രീഭവിപ്പിക്കുന്നത് എന്ന് നമുക്ക് ഈ കവിതയിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാകുന്നതാണ്. ശുഗപുരത്ത് നിന്ന് 3.5 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറുള്ള
തണ്ടലം എന്ന പ്രദേശത്തിൻ്റെ പഴയ പേരായിരുന്നു പൊയിലം. അവിടെ വലിയ പൊയിലം, ചെറിയ പൊയിലം എന്നൊക്കെ ചെറിയ അമ്പലങ്ങളുണ്ട്. അവിടുത്തെ അമ്പലങ്ങളുടെ വർണ്ണന, അതുപോലെ തന്നെ അവിടുത്തെ കാർഷിക വിളകളുടെ സമൃദ്ധി, പ്രകൃതിയുടെ സൗന്ദര്യം ഒക്കെ കവിയുടെ ഭാവനാമയമായ വിശദ വർണ്ണനയ്ക്ക് വിഷയീഭവിച്ചിട്ടുണ്ട്. ഒരു കവിതയിൽ എങ്ങനെയാണ് വർണ്ണനകൾക്കും ഭാവനകൾക്കും പദപ്രയോഗങ്ങൾക്കും ഒക്കെ പ്രാധാന്യമുള്ളത് എന്ന് മനസ്സിലാക്കുന്നതിന് നമ്മെ സഹായിക്കുന്ന ഒരു കൃതിയാണ് ഉണ്ണിച്ചിരി ദേവി ചരിതം. നിങ്ങൾക്ക് പഠിക്കാനുള്ള പൊയിലം ഗ്രാമത്തിൻ്റെ വർണ്ണനയും അതിൽ ഉൾപ്പെടുന്നതാണ്. കാവ്യഭാഷയെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ എന്താണ് ഒരു കവിതയ്ക്ക് ഏറ്റവും നല്ല ശക്തി നൽകുന്നത്, സൗന്ദര്യം നൽകുന്നത് എന്ന് മനസ്സിലാക്കുന്നതോടൊപ്പം അതെങ്ങനെ ഓരോ കവിതയിലും സമ്മേളിക്കുന്നുണ്ട് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഈ വിശദ പഠനത്തിലൂടെ ഇവിടെ സൂചിതമാകുന്നത്. രീതിയെക്കുറിച്ചും വക്രോക്തിയെക്കുറിച്ചും നാം കേൾക്കുന്നുണ്ട്. എന്താണ് രീതിയും വക്രോക്തിയും എന്നുകൂടി നോക്കാം. ഭരതൻ്റെ നാട്യശാസ്ത്ര ചർച്ചകളിലാണ് രീതി ചിന്ത അങ്കുരിക്കുന്നത്. രീതിരാത്മാ കാവ്യസ്യ എന്ന വാമനസൂത്രവും നമുക്കിതോടൊപ്പം ചേർത്ത് വായിക്കാം. രീതി എന്നാൽ വിശിഷ്ട പദരചനാ രീതി എന്നാണ് പറയുക. ഇതൊരു കാവ്യഗുണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാവ്യത്തിൻ്റെ ആത്മാവായി രീതിയെ നമുക്ക് വ്യവഹരിക്കാം. വിശിഷ്ടമായ പദരചന ഗുണങ്ങളിൽ അധിഷ്ഠിതമാണ്. രീതിയെ പലതരത്തിലൊക്കെ വാമനൻ വർണ്ണിക്കുന്നുണ്ട്. അപ്പോൾ രീതിക്ക് ഉള്ള പ്രാധാന്യം എന്താണ്? അതുപോലെ തന്നെ വക്രോക്തി സിദ്ധാന്തം, അത് കുന്തകൻ്റെ വക്രോക്തി സിദ്ധാന്തം കവിതയുടെ ജൈവികമായ ഒരു അനിവാര്യതയായി വക്രോക്തിയെ കാണുന്നുണ്ട്. രസം, ധ്വനി ഇവയൊക്കെ വക്രോക്തിയിൽ അന്തർഭവിച്ചിരിക്കുന്നു എന്നാണ് പറയാറ്. കാവ്യഗുണങ്ങളെക്കുറിച്ചും കാവ്യ ദോഷങ്ങളെക്കുറിച്ചും ഒക്കെ ഒരു ഏകദേശ ധാരണയുണ്ടായിരിക്കുന്നത് നന്നായിരിക്കും. മനുഷ്യനിൽ എങ്ങനെയാണോ പലതരത്തിലുള്ള ഗുണങ്ങൾ സഹായകമാകുന്നത്, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ പൂർണ്ണനാക്കുന്നത്, വ്യത്യസ്ത ഗുണങ്ങൾ അവനെ പൂർണ്ണനാക്കുന്നത് പോലെ കാവ്യത്തിനും പല ഗുണങ്ങൾ, ബാഹ്യവും ആന്തരികവുമായ പല ഗുണങ്ങൾ കാവ്യത്തിനുണ്ടാവണം. അവയാണ് നമ്മൾ കാവ്യ ഗുണങ്ങൾ എന്നുള്ളത് കൊണ്ട് വ്യവച്ഛേദിക്കുന്നത്. അലങ്കാരവും ഗുണവും ബാഹ്യവും ആഭ്യന്തരവുമായ സൗന്ദര്യധർമ്മങ്ങളാണ് കവിതയിൽ കാണുക. നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശയ്യാഗുണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ശബ്ദതലം, ഭാവതലം, അർത്ഥതലം എന്നൊക്കെ പലതരത്തിലുള്ള ആസ്വാദന തലങ്ങളാണ് ഓരോ കവിതയ്ക്കുമുള്ളത്. രീതിയും വക്രോക്തിയും പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് അലങ്കാരങ്ങളും. ശബ്ദ അലങ്കാരങ്ങളും അർത്ഥ അലങ്കാരങ്ങളും നാം കേൾക്കുന്നുണ്ട്. കവിതയിൽ പ്രാസവും താളവും ഒക്കെ എത്ര ഭംഗിയായി നിബന്ധിക്കുമ്പോഴാണ് കവിത ശ്രാവ്യസുഖമുള്ളതായിത്തീരുന്നത്. നമുക്ക് എപ്പോഴും ഒരു കേൾവിസുഖമാണ് കവിതയ്ക്ക് ഏറ്റവും അടിസ്ഥാനമായി വേണ്ടത്. പല കവിതകളും നമ്മൾ കേട്ട് നമ്മൾ മനഃപ്പാഠമാക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു താളാത്മകതയാണ്. നാടൻ പാട്ടുകളെക്കുറിച്ചൊക്കെ നാം കേൾക്കാറുണ്ട്. നാടൻ പാട്ടുകളുടെ താളം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇതിവൃത്തം വളരെ താളനിബദ്ധമായി അവതരിപ്പിക്കുമ്പോൾ അറിയാതെ നമ്മളുടെ മനസ്സിൽ ഇടം പിടിക്കുന്നവയാണ് അത്തരത്തിലുള്ള പാട്ടുകൾ. അപ്പോൾ പ്രാസം എങ്ങനെയാണ് അല്ലെങ്കിൽ കവിതയ്ക്ക് ഭംഗിയാവുക, താളം എങ്ങനെയാണ് കവിതയ്ക്ക് സൗന്ദര്യം നൽകുക എന്നുള്ളതൊക്കെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊക്കെ കവിതയ്ക്കുണ്ടായിരിക്കേണ്ട ഗുണങ്ങളാണ്. അപ്പോൾ കവിത എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ധാരാളം ഗുണങ്ങളാണ് കവിതയ്ക്കുണ്ടാവുക. ഇവയൊക്കെ ഉള്ള കവിതയാണ് കവിത എന്നുള്ളത് കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള കവിതകളാണ് നമ്മളുടെ മനസ്സിൽ എന്നും മായാതെ നിലനിൽക്കുന്ന കവിതകൾ. കവിതയും ഗാനങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ചൊക്കെ പലപ്പോഴും നാം പറയാറുണ്ട്. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് കവിതയും ഗാനങ്ങളും തമ്മിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? നമ്മൾ ONV എന്ന കവിയെക്കുറിച്ച് കേൾക്കുമ്പോൾ അദ്ദേഹം ധാരാളം കവിതകൾ എഴുതിയ, അതോടൊപ്പം തന്നെ ഗാനങ്ങളും എഴുതിയ ഒരു മഹത് വ്യക്തിയാണ്. കവിതയുടെ തട്ടകത്തിൽ പയറ്റി തെളിഞ്ഞ ശേഷം ഗാനരചനാരംഗത്തേക്ക് വന്ന കവി എന്ന് വേണമെങ്കിൽ നമുക്ക് ONV കുറുപ്പിനെ വിശേഷിപ്പിക്കാം. അദ്ദേഹത്തിൻ്റെ ഗാനത്തിലൊക്കെ കവിതയുടെ അംശം എത്രത്തോളം ഉണ്ടാകുമോ അത്രത്തോളം അത് ആസ്വാദക ഹൃദയങ്ങളോട് അടുക്കുന്ന രീതിയിലാണ് നിബന്ധിച്ചിരിക്കുന്നത്. കവിതയും ഗാനവും തമ്മിലുള്ള അതിർവരമ്പുകളെ വളരെ നേർത്തതായിട്ടാണ് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ കൃതികളിൽ അദ്ദേഹത്തിൻ്റെ രചനകളിൽ നമുക്ക് അനുഭവവേദ്യമാവാറുള്ളത്. ഗൃഹാതുരത്വം ഏറെ നിറഞ്ഞു നിൽക്കുന്ന വരികൾ അദ്ദേഹത്തിൻ്റെ കവിതയിൽ കാണാം. അദ്ദേഹത്തിൻ്റെ മോഹം എന്ന് പറയുന്ന കവിത നാം കേട്ടിട്ടുണ്ട്. ഒരു വട്ടം കൂടിയെന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം, തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലിമരമൊന്നുലുത്തുവാൻ മോഹം, അടരുന്ന കായ്മണികൾ പൊഴിയുമ്പോൾ ചെന്നെടുത്തതിലൊന്ന് തിന്നുവാൻ മോഹം,
സുഖമിഴും കയ്പും പുളിപ്പും മധുരവും നുകരുവാനിപ്പോഴും മോഹം. ചില്ല എന്ന ചിത്രത്തിലെ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം രചിച്ച ഒരു കവിതയാണ് നമുക്കൊക്കെ എപ്പോഴും വളരെ ഗൃഹാതുരത്വം നൽകുന്ന ഈ കവിത. വളപ്പൊട്ടുകൾ എന്ന കാവ്യസമാഹാരത്തിലെ ഈ കവിത യഥാർത്ഥത്തിൽ ചില്ല എന്ന് പറയുന്ന സിനിമയിലെ ഗാനമായി മാറിയപ്പോൾ അത് ആ ചിത്രത്തിന് വേണ്ടി എഴുതിയതല്ല എന്ന് പറയാനാകാത്ത വിധം അത്രയ്ക്ക് ആ കഥാഗാത്രത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നവയാണ്. ഈ ഗാനത്തിൽ കവി സൂചിപ്പിക്കുന്ന തിരുമുറ്റം ചിലപ്പോൾ വിദ്യാലയത്തിൻ്റേതാവാം, മുമ്പ് താമസിച്ച വീടിൻ്റേതാവാം, ഇതൊന്നുമല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇടമാവാം. കവിതയുടെ ആത്മാവ് മുഴുവൻ കുടികൊള്ളുന്ന ഈ കവിതയുടെ അല്ലെങ്കിൽ ഈ ഗാനത്തിൻ്റെ വരികളും ഏറെ ശ്രദ്ധേയമാണ്. കവിക്കുണ്ടായ അനുഭവത്തെയാണ് ഇവിടെ കാവ്യവിഷയമാക്കിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കവിക്കുണ്ടായ അനുഭവത്തെ കാവ്യവിഷയമാക്കി അവതരിപ്പിക്കുന്നതിലൂടെ വ്യത്യസ്തമായ ഒരു അനുഭൂതി മണ്ഡലം അനുവാചകനിലും സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ഈ കവിത അതിന് ഉത്തമ ഉദാഹരണമാണ്. അപ്പോൾ നോക്കൂ, കവിതയ്ക്ക് സ്വീകരിച്ചിരിക്കുന്ന വിഷയം എത്രമാത്രം ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളാണ് നമ്മിലും ഉണ്ടാക്കുക എന്നുള്ളത്. കാവ്യവിഷയത്തിൻ്റെ പുതിയൊരു അർത്ഥതലങ്ങൾ ആണ് ഈ കവിതയിൽ വെളിപ്പെട്ടു വരിക. നാം നേരത്തെ പറഞ്ഞു ഭാവന കവിതയ്ക്ക് ഏറ്റവും വളരെ ആവശ്യമായ ഒരു ഘടകമാണെന്ന്. ഭാവന കൊണ്ട് നമ്മെ വിസ്മയിപ്പിച്ച കവികളുണ്ട്, ധാരാളം കവിതകളുണ്ട്. ഇത്തരത്തിൽ നമ്മളെപ്പോഴും കേരളപ്പിറവി ആഘോഷിക്കുമ്പോൾ നമ്മൾ ഏതൊരു പരിപാടിക്കും അല്ലെങ്കിൽ ആ പരിപാടിയെ ഒന്ന് വർണ്ണാഭമാക്കുവാൻ വേണ്ടി നാം ചൊല്ലുന്ന ചില വരികളുണ്ട്. അവ ഇവയാണ്: സഹ്യസാനുശ്രുതി ചേർത്തു വച്ച മണിവീണയാണെൻ്റെ കേരളം, നീലസാഗരമതിൻ്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. സഹ്യസാനുശ്രുതി ചേർത്തു വച്ച മണിവീണയാണെൻ്റെ കേരളം, നീലസാഗരമതിൻ്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. ഇളകിയാടുന്ന ഹരിതമേഖലയിൽ അലയിടുന്ന കളനിസ്വനം, ഓ നിസ്വനം, കളനിസ്വനം. കരുമാടിക്കുട്ടൻ എന്ന ചിത്രത്തിനു വേണ്ടി യൂസഫ് അലി കേച്ചേരി എഴുതിയ വരികളാണിവ. സഹ്യസാനു ശ്രുതി ചേർത്ത് വെച്ച മണിവീണയായി കേരളത്തെ കൽപ്പിച്ചിരിക്കുന്നു. കേരളത്തിൻ്റെ ഈ ആകൃതി പരിഗണിക്കുമ്പോൾ തന്നെ ഈ ഭാവന ഏറ്റവും നന്നായിട്ടുണ്ട് നമുക്ക് പറയാൻ സാധിക്കും. മണിവീണയായി കേരളത്തെ കണ്ടതിൽ നിന്ന് നമ്മളുടെ കലയും സംസ്കാരവും പൈതൃകവും ഒക്കെ സൂചിപ്പിക്കാൻ കവിക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇതിലെ പ്രയോഗങ്ങളൊക്കെയും ഏറെ അർത്ഥവത്താണ്. ശ്യാമ കേര കേദാരമേ എന്ന് കേരളത്തെ വിളിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ വയലേലകളെക്കുറിച്ച്, ഹരിതാഭമായ കാഴ്ചകളെക്കുറിച്ച് ഒക്കെ കവി വർണ്ണിക്കുന്നത് കേൾക്കുമ്പോൾ എത്ര നിർവൃതിയാണ് ഓരോ മനുഷ്യനിലും അല്ലെങ്കിൽ ഓരോ സഹൃദയനിലും ഉണ്ടാവുക. എത്രമാത്രം ഭാവനയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കാവ്യഭാഷയെ ഏറ്റവും ചടുലവും ഉള്ളതാക്കി നിലനിർത്തുവാൻ കവിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഈ കവിതയിലെ വരികളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇവിടെ നാം നേരത്തെ സൂചിപ്പിച്ച പോലെ കാവ്യവിഷയമാണ്. കവിക്ക് കേരളത്തോടുള്ള അല്ലെങ്കിൽ സ്വന്തം നാടിനോടുള്ള ഒരു പ്രതിബദ്ധതയാണ് ഇവിടെ സൂചിപ്പിക്കുക. അപ്പോൾ കാവ്യവിഷയം എന്ന് പറയുന്നത് ഓരോ കവിക്കും തൻ്റെ നാടിനോടുള്ള, തൻ്റെ സമൂഹത്തോടുള്ള പ്രതിബദ്ധതയായി തീരുമ്പോൾ അതൊരു കാവ്യവിഷയമായി വരാം. ആ കാവ്യവിഷയം അവരുടെ മുന്നിലേക്ക് അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് അവതരിപ്പിക്കുമ്പോൾ അതിൽ ഉൾച്ചേർന്നിരിക്കുന്ന മറ്റു പല ഘടകങ്ങളും ആ കവിതയ്ക്ക് അല്ലെങ്കിൽ ആ വരികൾക്ക് ഏറ്റവും കൂടുതൽ സൗന്ദര്യം നൽകുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കുളിർത്തന്നനിൽ പീലി നീർത്തി നടമാടിടുന്ന തൈത്തെങ്ങുകളും കേളികേട്ട കഥകളിയും ഒക്കെ നമ്മളുടെ കേരളത്തിൻ്റെ സവിശേഷതകളായി വർണ്ണിക്കുമ്പോൾ വളരെ അഭിമാനമാണ് നമുക്ക് ഓരോരുത്തർക്കും തോന്നുക. അത്രയ്ക്ക് മണ്ണുമായി ആത്മബന്ധം പുലർത്തുവാൻ ഈ കവിതയ്ക്ക് സാധിച്ചിട്ടുണ്ട്. നാം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മണ്ണുമായി, മനസ്സുമായി, നമ്മുടെ ഗ്രാമവുമായി ഒക്കെ ആത്മബന്ധം പുലർത്തുന്ന കൃതികൾ അല്ലെങ്കിൽ കവിതകൾ, അത്തരത്തിലുള്ള രചനകളൊക്കെ കാലാതിവർത്തിയായി നിലനിൽക്കും. ഒരു കവിത എപ്പോഴാണ്, ഏത് കൃതിയും, കവിത എന്നല്ല ഏത് കൃതിയും കാലാതിവർത്തിയാകുന്നത് എപ്പോഴാണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് അത് ഇറങ്ങിച്ചെല്ലുമ്പോഴാണ്. മനസ്സിലേക്ക് ആ കവിതയുടെ ആശയം അല്ലെങ്കിൽ അതിൻ്റെ വേരുകൾ ഇറങ്ങിച്ചെല്ലുന്നിടത്താണ് ആ ഓരോ കൃതിയും കാലാതിവർത്തിയായി നമ്മളുടെ മനസ്സിൽ ജീവിക്കുക. അപ്പോൾ കാവ്യഭാഷയ്ക്ക് ഉണ്ടാവേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതിന് സൗന്ദര്യം നൽകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, ഉദാത്തമായ നൈർമല്യമുള്ള ചിന്തകൾ എങ്ങനെയാണ് അടുക്കി വെച്ചിരിക്കുക, അതിൻ്റെ ആവിഷ്കരണ ഭംഗി എങ്ങനെയാവണം ഉണ്ടാവേണ്ടത്, താള പ്രാസ ലയങ്ങളൊക്കെ എങ്ങനെയാണ്
സമ്മേളിപ്പിക്കുന്നത്, ഇതൊക്കെ ഓരോ കവിതയ്ക്കും അല്ലെങ്കിൽ ഓരോ കാവ്യത്തിനും വളരെ സൗന്ദര്യം നൽകുന്ന ഘടകങ്ങളാണ് എന്ന് തിരിച്ചറിയുകയാണ് നാം ചെയ്യേണ്ടത്. നാം നേരത്തെ ഭാഷയെക്കുറിച്ച് സൂചിപ്പിച്ചു. ഭാഷയുടെ ഏറ്റവും ഉയർന്ന ഒരു സംവേദന തലം തന്നെയാണ് കാവ്യഭാഷയുടേത്. അത് ആസ്വദിക്കണമെങ്കിൽ മറ്റു പല ഘടകങ്ങളും ഇതിന് അനിവാര്യമാണ്. ഈ കാവ്യഭാഷയിൽ നിന്നും തുലവും വ്യത്യസ്തമാണ് ഗദ്യഭാഷ എന്ന് പറയുക. ഗദ്യഭാഷയിൽ മറ്റു പല ഘടകങ്ങൾക്കും പ്രാധാന്യം വരുന്നുണ്ട്. കവിതയിൽ ആസ്വാദനത്തിനാണ് പ്രാധാന്യം, അല്ലെങ്കിൽ വികാരങ്ങൾക്കാണ് പ്രാധാന്യം, വൈകാരികതയ്ക്കാണ് പ്രാധാന്യമെങ്കിൽ വിചാരങ്ങൾക്കാണ് ഗദ്യഭാഷയിൽ കൂടുതൽ പ്രാധാന്യം വരിക. പലതരത്തിലുള്ള ഡിസ്കോഴ്സുകളെക്കുറിച്ച്, വ്യവഹാര രൂപങ്ങളെക്കുറിച്ചൊക്കെ നാം കേട്ടിരിക്കുന്നു. കഥയും നിരൂപണങ്ങളും അല്ലെങ്കിൽ എഡിറ്റോറിയൽ തയ്യാറാക്കുക എന്നുള്ളതുമൊക്കെ പലതരത്തിലുള്ള വ്യവഹാര രൂപങ്ങളാണ്. അവിടെ ഉപയോഗിക്കുന്ന ഗദ്യഭാഷ കാവ്യഭാഷയിൽ നിന്നും തുലവും വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ അനുവർത്തനത്തെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. അനുവർത്തനം എന്നാൽ ഒരു കൃതിയെ മറ്റൊരു ഡിസ്കോഴ്സായി, മറ്റൊരു വ്യവഹാര രൂപമാക്കി പരിവർത്തിപ്പിക്കുന്നതിനാണ്. ഇപ്പോൾ ഒരു കഥയെ നാടകമാക്കി മാറ്റുക, അല്ലെങ്കിൽ ഒരു കവിതയെ നാടകമാക്കി മാറ്റുക, അങ്ങനെ മറ്റൊരു ഡിസ്കോഴ്സിലേക്ക് മാറ്റുന്നതിനാണ് അനുവർത്തനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് പാഠ്യാംശത്തിൻ്റെ അധിക വായനയ്ക്ക് നൽകിയിരിക്കുന്ന മറ്റൊരു കൃതിയാണ് ശാന്ത എന്ന കവിത. കടമ്മനിട്ടയുടെ മലയാളത്തിലെ ജനകീയ കവി എന്ന് വിശേഷിപ്പിക്കുന്ന കടമ്മനിട്ട രാമകൃഷ്ണൻ്റെ ശാന്ത എന്ന കവിത. നഗരത്തിൻ്റെ മടുപ്പിൽ നിന്നും ഗ്രാമത്തിൻ്റെ സ്വച്ഛതയിലേക്ക് വരുന്ന ഒരു പുരുഷൻ്റെ ചിന്തകളിലൂടെയാണ് കവിത തുടങ്ങുന്നത്. യഥാർത്ഥത്തിൽ ഈ പുരുഷൻ കവി തന്നെയാകാം എന്ന് നമുക്ക് അനുമാനിക്കാം. ഒരു സ്ത്രൈണ പുരുഷ ഭാവ സംയോഗവും ദൃശ്യബിംബങ്ങളും പദഘടനയും അനുഷ്ഠാന കലകളുടെ ഈണവും ഒക്കെ തന്നെ ഈ കവിതയെ വ്യത്യസ്തമാക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, കവികൾ എന്ന് പറയുന്നത് എപ്പോഴും പ്രതീക്ഷാവാഹകരാണ്, അല്ലെങ്കിൽ പ്രത്യാശാവാഹകരാണ്, പ്രതീക്ഷയുടെ കൈപ്പന്തം പേറുന്നവരാണ് എന്നൊക്കെ. ഇവിടെയും കവി പ്രതീക്ഷയുടെ കൈപ്പന്തം പേറുന്ന ഒരു കവിയായിട്ടാണ് നമുക്ക് ഈ ശാന്ത എന്ന കവിതയിൽ കടമ്മനിട്ടയെ കാണാൻ സാധിക്കുക. അപ്പോൾ അവിടെയും കാവ്യത്തിൻ്റെ പ്രയോജനം എന്താണ്, അല്ലെങ്കിൽ കാവ്യത്തിൻ്റെ ലക്ഷ്യം എന്താണ്, മനുഷ്യനെ പ്രതീക്ഷയിലേക്ക് കൈപിടിച്ച് നടത്തുക എന്നുള്ളതാണ് കാവ്യത്തിൻ്റെ ലക്ഷ്യമെങ്കിൽ അത്തരം കാവ്യങ്ങളിലൂടെ, അല്ലെങ്കിൽ ആ കാവ്യധർമ്മങ്ങളെക്കുറിച്ച് യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയ ഒരു കവി തന്നെയായിരുന്നു കടമ്മനിട്ട രാമകൃഷ്ണൻ. കാവ്യഭാഷയുടെ സവിശേഷതകളെക്കുറിച്ച് പറയുമ്പോൾ നാടൻ പാട്ടുകളെക്കുറിച്ചും നാം അറിഞ്ഞിരിക്കണം. അനുഷ്ഠാന കലകളെക്കുറിച്ച്, നാടൻ പാട്ടുകളെക്കുറിച്ച്, ഒരു ജനജീവിതത്തിൻ്റെ പ്രതിസ്ഫുരണം എന്നോണം നമ്മളുടെ സമൂഹത്തിന് വളരെ സംഭാവനയായി കിട്ടിയിരിക്കുന്ന നാടൻ പാട്ടുകളെക്കുറിച്ച് നാം മനസ്സിലാക്കുക. പദങ്ങളുടെ ഘടനയും താളവും ഈണവും ഒക്കെ എങ്ങനെയാണ് കാവ്യത്തിന് ഏറ്റവും നല്ല സൗന്ദര്യം തരിക എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ഭാഷയെക്കുറിച്ചും കാവ്യഭാഷയെക്കുറിച്ചും കാവ്യ ഗുണങ്ങളെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ ഇത്ര നേരം ഒന്ന് ചർച്ച ചെയ്തത്. യഥാർത്ഥത്തിൽ നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള പാഠഭാഗങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇത് എത്രമാത്രം അവിടെ ഓരോ ഘടകങ്ങളിലും സന്നിവേശിച്ചിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വലിയ ധാരണയും നിങ്ങൾക്ക് ലഭിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഗദ്യഭാഷയുടെ പ്രത്യേകതകൾ പഠിക്കുന്നിടത്ത് വിശദ പഠനത്തിനായി നിങ്ങൾക്ക് ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ വഴിയമ്പലം തേടി എന്ന ഒരു ഭാഗം, അതുപോലെ തന്നെ പത്മനാഭൻ അദ്ദേഹത്തിൻ്റെ കടൽ എന്ന കൃതി, ലങ്കാലക്ഷ്മി എന്നിങ്ങനെ കുറച്ച് കൃതികൾ കൊടുത്തിട്ടുണ്ട് ഗദ്യഭാഷയുടെ പ്രത്യേകതകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അനുവർത്തനത്തിൻ്റെ വിശദ പഠനത്തിനായി ബഷീറിൻ്റെ നീലവെളിച്ചം, അതുപോലെ ഭാർഗവി നിലയം തിരക്കഥയാക്കിയത് ഒക്കെ കൃത്യമായി തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവയൊക്കെയും ഈ പറയുന്ന വിശദ പഠനങ്ങൾക്ക് നൽകിയിരിക്കുന്ന പാഠങ്ങളൊക്കെ തന്നെയും പഠിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ എത്രമാത്രം നാം പഠിച്ച കാര്യങ്ങൾ അവിടെ പൂർണ്ണതയിലേക്ക് വരുന്നു എന്നുള്ളൊരു വായനയായിരിക്കണം വരേണ്ടത്. നാം പഠിക്കുന്ന കാര്യങ്ങളെ, ഇപ്പം നമ്മൾ പഠിച്ച കാര്യങ്ങളെ, മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളെ വെച്ചുകൊണ്ട് അത് വിശദ പഠനത്തിന് ഉള്ള പാഠങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് അവിടെ അത് ഭംഗിയായി നിർവഹിക്കപ്പെടുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ധാരണയാണ് നിങ്ങൾക്കുണ്ടാവേണ്ടത്. ഇനി പറഞ്ഞ കാര്യങ്ങളെ ഒന്നുകൂടി ചുരുക്കി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. എന്താണ് ഭാഷ എന്ന് മനസ്സിലാക്കുക. ആശയവിനിമയ ഉപാധി എന്നുള്ളതിനപ്പുറം ഭാഷയുടെ ധർമ്മം എന്താണ്, വിശാലമായ ധർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുക. അത് കവിതയിലേക്ക് വരുമ്പോൾ കാവ്യഭാഷയായി മാറുകയും ഭാഷയുടെ പ്രാധാന്യം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കുക. കാവ്യപ്രയോജനങ്ങളെക്കുറിച്ചും കാവ്യഗുണത്തെക്കുറിച്ചും പാശ്ചാത്യ പൗരസ്ത്യ കാവ്യദർശനങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഗദ്യഭാഷയുടെ പ്രത്യേകതകൾ മനസ്സിലാക്കുക. കാവ്യഭാഷയും ഗദ്യഭാഷയും എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്നും കൃതികളിലൂടെ അവയുടെ വ്യത്യാസം എങ്ങനെയാണ് എന്നും മനസ്സിലാക്കുകയാണ് നാം പ്രധാനമായി ചെയ്യേണ്ടത്. സാഹിത്യം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം കവിത എന്താണ് എന്ന് മനസ്സിലാക്കുന്നതോടൊപ്പം കവിതയുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നും ആ പ്രത്യേകതകൾ വെച്ചുകൊണ്ട് നിലവിലുള്ള കവിതകളെ വിശകലനം ചെയ്യുവാനും വിമർശനാത്മകമായി വിലയിരുത്തുവാനും സാധിക്കുന്നിടത്താണ് നിങ്ങളുടെ പഠനം പൂർണ്ണമാകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.